ജോസഫ് എന്ന ഭക്തനെ ദൈവം മിസ്രൈമിൽ കൊണ്ടുചെന്ന സന്ദർഭമാണ് സങ്കീർത്തനത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. യോസഫിനെ അവർ ദാസനായി വിറ്റുമല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. എന്നാൽ നമ്മൾ വായിക്കുന്നു, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. ജോസഫിനെ പറ്റി നമ്മൾ ഈ വായിച്ചു കേൾക്കുന്ന കാര്യങ്ങൾ ഈ വചനങ്ങളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും, അല്ലെങ്കിൽ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്നതല്ല, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതല്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന്റെ കൈയുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന്റെ പർപ്പസും ഉദ്ദേശങ്ങളുണ്ട്. അതാണ് 42-ാം അധ്യായം അവസാന അധ്യായത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഇയ്യോബ് പറയുന്ന ഭാഗമാണ്, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമാകില്ല. കർത്താവേ, ഇപ്പോൾ ഞാൻ നിന്നെ എന്റെ കണ്ണാൽ കാണുന്നു. അപ്പോ ദൈവത്തിന്റെ ഇടപെടലുകൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആദ്യഘട്ടത്തിലൊന്നും അറിയാൻ പറ്റുന്നത്, വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകണമെന്ന്. മങ്ങിയ കാഴ്ചയിലായിരിക്കും കാര്യങ്ങൾ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത അവസാനത്തിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ദൈവത്തിന്റെ ലക്ഷ്യോന്മുഖമായ ആ ഉദ്ദേശ പൂർത്തീകരണത്തിലേക്ക് അവർ എത്തുമ്പോഴായിരിക്കും എന്തുകൊണ്ടാണ് ദൈവം എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ നടത്തിയത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഇന്നലകളിൽ ദൈവം എനിക്ക് ഇതെല്ലാം അനുവദിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ വൈകിട്ടായിരിക്കും, വളരെ താമസിച്ചായിരിക്കാം. അതിനു മുൻപ് ദൈവഭക്തിയോടുകൂടെ ജീവിക്കാനുള്ള നിർദ്ദേശമാണ് ജോസഫ് അടക്കമുള്ള ദൈവഭക്തന്മാർ നമുക്ക് നൽകുന്നത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും താണു പോകരുത്, തളർന്നു പോകരുത്, ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് നടക്കുന്നതെന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോകാൻ ജോസഫിന്റെ ജീവിതം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പിന്നീട് ജോസഫിനെ പറ്റിയുള്ള ചരിത്രം എഴുതി വെക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. അവൻ അവർക്ക് മുമ്പായി ഒരുവനെ അവിടേക്ക് അയച്ചു. അപ്പമെന്ന കോലിനെ ദൈവം ഒടിച്ചു. മിസ്രയീം ദേശത്ത് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെല്ലാം ക്ഷാമം കൊണ്ട് അവർ വലയുന്നൊരു കാലം. ഇത് മുന്നമേ കണ്ട ദൈവം, അല്ലെങ്കിൽ ക്ഷാമം അനുവദിച്ച ദൈവം, അതിനു മുൻപ് ആ ക്ഷാമകാലത്ത് ജനത്തെ മുഴുവനും പോറ്റുവാൻ ഒരുത്തനെ മുൻ കണ്ടിരുന്നു. ഒരുവൻ ചെറുപ്രായത്തിൽ, ബാല്യപ്രായത്തിൽ അപ്പന്റെ ശിക്ഷണത്തിൽ, സ്നേഹത്തിൽ ഒരു പൊന്നോമനയായി വീട്ടിൽ വളരുമ്പോഴും ആർക്കും അറിയത്തില്ല ഈ ജോസഫ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കയറി വരുമെന്നുള്ള കാര്യം. പക്ഷെ ദൈവം മിസ്രൈമിൽ ക്ഷാമം അനുവദിക്കുമ്പോൾ അതിന്റെ പരിണിതഫലമായി സമീപ രാജ്യങ്ങളെല്ലാം ക്ഷാമത്താൽ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ സകല രാജ്യങ്ങൾക്കും ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ഒരുവനെ, ഒരു പ്രധാനമന്ത്രിയായി ദൈവം ഒരുവനെ കണ്ടിരുന്നു. നമ്മളതാ സങ്കീർത്തനത്തിൽ വായിച്ചത്, അവർക്ക് മുമ്പായി, ക്ഷാമത്തിന് മുൻപായി ദൈവം ഒരുവനെ മിസ്രൈമിലേക്ക് അയച്ചു. ക്ഷാമം വരുമ്പോൾ സകല മാനവ ജനതയെയും കരുതുവാൻ ആവശ്യമുള്ള ഒരു പ്രവൃത്തി ഈ ജോസഫിലൂടെ ദൈവം ചെയ്തെടുക്കുകയാണ്. പക്ഷെ ജോസഫിന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. തന്റെ ബാല്യകാലത്ത് കേവലം 17-ാമത്തെ വയസ്സിൽ അപ്പന്റെ വീട്ടിൽ നിന്ന് താൻ ഒഴിവാക്കപ്പെടുമ്പോ, സഹോദരങ്ങളാൽ വിൽക്കപ്പെടുമ്പോ ജോസഫിന് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. സഹോദരങ്ങൾ വിറ്റതിന്റെ വേദന തനിക്കുണ്ടായിരുന്നു. അപ്പനെ കാണാൻ കഴിയാത്തതിന്റെ പ്രയാസം തന്നിൽ ഉണ്ടായിരുന്നു. അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തതിന്റെ പ്രയാസം തനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം കടിച്ചമർത്തി താൻ മുന്നോട്ട് പോയി, തന്റെ ദർശനവുമായി താൻ മുന്നോട്ട് പോയി. ദൈവം തന്നെ ഇത്രയും വലിയൊരു പദവിയിൽ കൊണ്ടെത്തിക്കുമെന്ന്
ഒരുപക്ഷെ ജോസഫിന്റെ സ്വപ്നത്തിൽ പോലും ജോസഫ് കണ്ടിട്ടുണ്ടായില്ല. ഫറവോന്റെ ഗൃഹത്തിന് തന്നെ അധിപതിയാക്കി വെക്കുമെന്നത് ജോസഫിന്റെ സ്വപ്നത്തിലില്ലായിരുന്നു. ജോസഫ് കണ്ട സ്വപ്നത്തിൽ ആകപ്പാടെ താൻ കണ്ടത് തന്റെ അപ്പനും അമ്മയും തന്റെ സഹോദരങ്ങളും തന്റെ മുൻപിൽ വണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്, തന്നെ റെസ്പെക്ട് ചെയ്ത കാഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സ്വപ്നം ജോസഫ് കണ്ടില്ല. ആ സ്വപ്നം അമ്മയോടും അപ്പനോടും സഹോദരങ്ങളോടും ഒരുപക്ഷെ വീട്ടുകാരോടും പങ്കുവെച്ചപ്പോ തനിക്കുണ്ടായത് തിക്താനുഭവമായിരുന്നു. ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞങ്ങൾ നിന്നെ വണങ്ങുമോ എന്ന് അവർ ചോദിക്കുമ്പോ ഒരുപക്ഷെ തന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ നിസ്സാര കാര്യം ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് അതിനും അപ്പുറത്തേക്കാണ്. ഫറവോന്റെ ഗൃഹവും ഫറവോന്റെ നാട്ടിലെ മിസ്രൈമിലെ സകല ജനവും ജോസഫിന്റെ മുൻപിൽ കുമ്പിടുന്ന തരത്തിൽ അവന്റെ മുൻപിൽ വണങ്ങണം, അവനെ നമസ്കരിക്കണമെന്ന് ഫറവോനെ കൊണ്ട് കൽപ്പിക്കുന്ന തരത്തിൽ ജോസഫിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതിന്റെ വേദന ജോസഫ് ഒരുപാട് അനുഭവിച്ചു. ഇനി നമുക്ക് ജോസഫ് നേരിട്ട് പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് ദൈവം അവർക്ക് മുമ്പായി ഒരുവരെ അവിടേക്ക് അയച്ചു. ജോസഫ് അത് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതൽ വായിക്കും. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവനെന്നെ ഫറവോന് പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. ജോസഫിന്റെ വാക്കുകളാ പിന്നീട് സങ്കീർത്തനക്കാരൻ കടം കൊള്ളുന്നു, അല്ലെങ്കിൽ ഈ ചരിത്രമാ പിന്നീട് ഒന്ന് ആവർത്തിച്ചെഴുതുന്നത്. ജോസഫ് പറയുന്ന വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തണം. സഹോദരങ്ങളെ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ജോസഫ് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സ്വന്തം സഹോദരനായ ജോസഫാണ് ഞാൻ. ഇത് പറയുന്ന ആ സന്ദർഭം 45-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് കിട്ടും. ഒന്ന് വായിക്കാമോ? അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുന്നിൽ തന്നെ താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പുറത്താക്കി. മിസ്രൈമ്യരുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പുറത്താക്കി മുറിയടച്ചിട്ട് ജോസഫ് പറഞ്ഞു, നിങ്ങൾ പണ്ട് വിറ്റുകളഞ്ഞില്ലേ, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞു. നിങ്ങൾ വിറ്റുകളഞ്ഞ ജോസഫാ ഞാൻ. അവനെ അടക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ എന്താ ഈ അടക്കാൻ പറ്റാത്ത ജോസഫിന്? ഇന്ന് ജോസഫിനെ ഇവിടെ ദൈവം കൊണ്ടെത്തിക്കുമെന്ന് ജോസഫിന്റെ സ്വപ്നത്തിൽ പോലും ജോസഫ് തിരിച്ചറിഞ്ഞില്ല. തന്നെ ആരൊക്കെയോ വണങ്ങുമെന്ന് ഉള്ള ഒരു ദർശനം സ്വപ്നം താൻ കണ്ടു. പക്ഷേ അതിങ്ങനെയാകുമെന്ന്, ഇത്രയും വിലപ്പെട്ട നിലയിൽ ഇത്രയും ഉന്നതമായ പദവിയിലേക്ക് കർത്താവ് തന്നെ കൊണ്ടുവരുന്നതെന്ന് ജോസഫിന്റെ സ്വപ്നത്തിൽ പോലും താൻ കണ്ടില്ല. അടക്കാൻ തനിക്ക് പറ്റിയില്ല. താൻ അനുഭവിച്ച വേദനകൾ, പൊട്ടക്കിണറിന്റെ അനുഭവം, പോത്തിമരിന്റെ വീട്ടിൽ ഇല്ലാത്ത താൻ ചെയ്യാത്ത കുറ്റത്തിന് താൻ അനുഭവിക്കേണ്ടിയിരുന്ന പരിഹാസവും, പിന്നീട് കാരാഗൃഹത്തിൽ അകപ്പെട്ട സന്ദർഭങ്ങളും, ആർക്കും തന്നെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം കാരാഗൃഹത്തിന്റെ തുറുങ്കിന്റെ ഉള്ളറകളിലേക്ക് എത്തപ്പെട്ട ജോസഫ്, ഒരു പ്രതീക്ഷയുമില്ലാത്ത ജോസഫ് ഈ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ദൈവത്താൽ നയിക്കപ്പെട്ടപ്പോ തനിക്ക് അടക്കാൻ പറ്റിയില്ല. താൻ സഹോദരങ്ങളോട് വെളിപ്പെടുത്തി. അടുത്ത വാക്യം കണ്ടോ, 2-ാം വാക്യം. അവൻ ഉച്ചത്തിൽ കരഞ്ഞു, മിസ്രൈമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. അവൻ ഉച്ചത്തിൽ കരഞ്ഞു, മിസ്രൈമ്യർ അത് കേട്ടു, ഫറവോന്റെ ഗൃഹം അത് കേട്ടു. ആരും തനിക്ക് അടക്കാൻ വയ്യ സന്തോഷം.
അല്ലെങ്കിൽ ദൈവം തന്നെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, തന്നെ ഇവിടെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ അത്ഭുതകരമായ ഉദ്ദേശം താൻ ഓർത്തപ്പോൾ തനിക്ക് അടക്കാൻ പറ്റിയില്ല. എല്ലാവരും പുറത്താക്കിയിട്ട് സഹോദരന്മാരെ പറ്റി പറയുന്ന ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചു. ക്ഷമയുടെ നല്ല ഉദാഹരണമാണ് ജോസഫ്. ആരും കേൾക്കെ സഹോദരങ്ങളെ താൻ കളിയാക്കിയില്ല. അവരെ പുറത്താക്കിയിട്ട് തന്നെ അങ്ങ് വെളിപ്പെടുത്തിയപ്പോൾ തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതങ്ങ് ആ സങ്കടം പൊട്ടി പുറത്തു വന്നു. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. ഫറവോന്റെ ഗൃഹം അത് കേട്ടു, മിസ്രയീമ്യർ അത് കേട്ടു. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊന്ന് കരയാൻ ആഗ്രഹമുണ്ടോ? ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇങ്ങനെ കരയാൻ അവസരം ദൈവം തന്നിട്ടുണ്ടോ? അവസരം കിട്ടിയിട്ട് കരയാതിരുന്നിട്ടുണ്ടോ? ഇന്ന് വരെ കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവം അതിനുള്ള അവസരം തരും. ഈ കരച്ചിൽ എന്തിന്റെ കരച്ചിലാണ്? നിരാശയുടെ കരച്ചിലാണോ? പിന്നെ എന്തിന്റെ കരച്ചിലാണ്? സന്തോഷത്തിന്റെ കരച്ചിലാണ്. തനിക്ക് അടക്കാൻ പറ്റിയില്ലെന്നാണ്. അതങ്ങ് പൊട്ടി പുറത്തേക്ക് വന്നു. ദൈവം നടത്തിയ വിധങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വന്നത്? തിക്താനുഭവങ്ങളുടെ കടന്നുപോയപ്പോ, പരിഹാസങ്ങളുടെ കടന്നുപോയപ്പോ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, കർത്താവേ എന്തിനാ ഇങ്ങനെ? എത്രയോ ഭക്തന്മാർ ചോദിച്ചു, ഹബക്കൂക്ക് ചോദിച്ചു, എന്തിനാ കർത്താവേ ഇങ്ങനെ? ദുഷ്ടനെ കൊണ്ട് എന്തിനാ നീതിമാനെ പീഡിപ്പിക്കുന്നത്? നിനക്കിത് നല്ലതാണോ? നീ എന്തുകൊണ്ടാ കണ്ടുകൊണ്ടിരിക്കുന്നത്? ദുഷ്ടൻ നീതിമാനെ പീഡിപ്പിക്കുകയാ. ജോസഫ് ചിന്തിച്ചു കാണും, എന്താ കർത്താവേ, സത്യസന്ധനായി നിന്റെ മുന്നിൽ ഞാൻ ജീവിച്ചിട്ട്, എപ്പോഴും നിന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്തിട്ട് എന്താ എനിക്ക് പൊട്ടക്കിണർ? നിന്റെ ദർശനം പുറത്ത് പറഞ്ഞതിന് എന്താ എനിക്ക് പരിഹാസം? പോത്തിഫറിന്റെ വീട്ടിൽ സത്യസന്ധനായി സേവനം ചെയ്തിട്ടും എന്താ എനിക്ക് ഇത്ര പരിഹാസം? ഞാൻ എന്തുകൊണ്ട് കാരാഗൃഹത്തിലേക്ക് അകപ്പെട്ടു പോയി? എത്രയോ തവണ ജോസഫ് തന്റെ ഹൃദയത്തിൽ നിന്ന് നൊമ്പരം കൊണ്ട് തന്റെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകും. ആ ചോദ്യത്തിനൊന്നും തനിക്ക് മറുപടി കിട്ടിയില്ല. ഒരുപക്ഷെ അന്നൊന്നും വലിയ കരച്ചിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. വലുതായിട്ട് കരഞ്ഞു കാണത്തില്ല. എല്ലാം അടക്കി 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 ഒതുക്കി പിടിച്ച് താൻ മുന്നോട്ട് പോയി. ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഒരുപക്ഷെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോസഫ് മുന്നോട്ട് പോയി. പക്ഷേ താൻ പ്രതീക്ഷിക്കാത്ത, താൻ ഒരിക്കലും ചിന്തിക്കാത്ത ഉന്നതങ്ങളിൽ ജോസഫിനെ ദൈവം കയറ്റിയിരുത്തിയപ്പോ അതിന് കാരണക്കാരായ തന്റെ സഹോദരങ്ങൾ, എങ്ങനെ കാരണക്കാരായവർ? അവർ തന്നെ ദ്വേഷിച്ചു, തന്നെ തള്ളിക്കളഞ്ഞു, തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, തന്നെ കൊന്നുകളയാൻ ശ്രമിച്ചു. തന്നെ ഇല്ലാതാക്കിയവരുടെ മുന്നിൽ ദൈവം മറ്റൊരു രാജ്യത്തിന്റെ സർവാധികാരിയായി ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. സഹോദരന്മാരെ കണ്ടപ്പോ വിങ്ങി പൊട്ടിപ്പോയി. തനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരോട് വിദ്വേഷമല്ല ഉണ്ടായത്. എന്നെ നീയൊക്കെ കാണിച്ചതിന് ഞാൻ പകരം ചെയ്യുമെന്നല്ല ജോസഫ് പറഞ്ഞത്. ക്ഷമയുടെ നല്ല ഉദാഹരണമായി മാറുക ജോസഫ്. സഹോദരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളല്ല എന്നെ ഇവിടേക്ക് അയച്ചത്. ചിന്തിക്കണ്ട, നിങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടത് കൊണ്ട് എനിക്ക് പ്രയാസമില്ല. നിങ്ങൾ മിസ്രയീമ്യർക്ക് എന്നെ ഒരു അടിമയെ പോലെ വിറ്റ് കളഞ്ഞത് കൊണ്ട് എനിക്ക് പ്രയാസമില്ല. കാരണം അത് ദൈവത്താൽ സംഭവിച്ചു. നിങ്ങൾ അന്ന് എന്നെ വിറ്റ് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അന്ന് നിങ്ങൾ എന്നെ അവഗണിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് എത്തുകയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പരിഭവമില്ല, നിങ്ങളോട് എനിക്ക് വേദനയില്ല, നിങ്ങളോട് എനിക്ക് വിദ്വേഷമില്ല, നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. ജോസഫിന്റെ വിശാല മനസ്സ് കണ്ടോ? നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങൾക്ക് സന്തതി ശേഷിക്കാൻ, വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല വേദനപ്പെടണ്ട. പറയാൻ പറ്റുമോ ജോസഫിനെ പോലെ? ദുഃഖിപ്പിച്ചവരോട്, വേദനിപ്പിച്ചവരോട്, കരയിപ്പിച്ചവരോട്, അവഗണിച്ചവരോട്, ഒറ്റപ്പെടുത്തിയവരോട്, കഷ്ടപ്പെടുത്തിയവരോട്, ആശ്രയിച്ചപ്പോൾ നമ്മെ തള്ളിക്കളഞ്ഞവരോട് മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? നിങ്ങളല്ല, നിങ്ങളല്ല, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചതല്ല, നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തിയതല്ല, അതെല്ലാം ദൈവത്താൽ സംഭവിച്ചു. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചുവെങ്കിലും എന്റെ ദൈവം എന്നെ ഇന്നിവിടെ കൊണ്ടുവന്നു. ജോസഫിന്റെ ആ സ്വഭാവ മഹിമയാ. ഇതൊന്നാക്കിയെടുക്കാനാ ഇങ്ങനെ ഈ വഴിത്താരയിലൂടെ കൊണ്ടുവന്നത്. 17-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെട്ട പിതൃതുല്യനായി കാണേണ്ട സഹോദരൻ തല്ലി ഇറക്കുമ്പോ, വിറ്റ് കളയുമ്പോ ഒരുപാട് വേദന തോന്നിയിട്ടുണ്ടാകും.
ആ വേദനയൊക്കെ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ സിദ്ധത എന്ന് പറഞ്ഞാൽ പക്വത എന്നും കൂടി അർത്ഥമുണ്ട്. പക്വതയിലേക്ക് ജോസഫിനെ കൊണ്ടുവരാൻ, ക്ഷമിക്കാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് ജോസഫിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഒരു നല്ല ശക്തനായ ഭരണാധികാരിയായി, മഹാമനസ്കതയുള്ള, കരുണയുള്ള, ദയാലുവായ, അനേകം പേരുടെ പട്ടിണി മാറ്റുന്ന, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിയുന്ന, അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന, ശത്രുക്കളെ പോലും സഹിക്കാൻ കഴിയുന്ന ആ മഹാമനസ്കതയിലേക്ക്, ആ സ്വഭാവ ഗുണത്തിലേക്ക് ജോസഫിനെ ഉയർത്തിയെടുക്കാൻ ഈ വർഷങ്ങളിലൂടെ ദൈവം അനുവദിച്ചു. പ്രയാസങ്ങളിലൂടെ ദൈവം കടത്തിവിടുമ്പോ, വേദനകളിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ ഓർക്കുക, നമ്മെ സ്വഭാവ രൂപീകരണത്തിലേക്ക് ദൈവം നയിക്കുകയാണ്, നമ്മെ പക്വതയിലേക്ക് ദൈവം നയിക്കുകയാണ്. കഷ്ടത കടന്നു വരുമ്പോൾ സഹിക്കാൻ നമ്മൾ പഠിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അറിയേണ്ട കാര്യമാണ്, യുവജനങ്ങൾ അറിയേണ്ട കാര്യമാണ്, മുതിർന്നവർ അറിയേണ്ട കാര്യമാ. എന്തിനാ എന്റെ ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ, ഇത്രയും ബുദ്ധിമുട്ട്, ഇത്രയും പ്രയാസം? ദൈവം നമ്മെ രൂപപ്പെടുത്തുകയാണ്. ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് തരാൻ, വലിയ പദവികളിൽ നമ്മെ എത്തിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മെ ഒന്ന് ഉയർത്തിയെടുക്കാൻ ദൈവം നമ്മെ പണിയുകയാണ്. ദൈവം നമ്മെ പണിയുകയാണ്. വെള്ളി ഊതിക്കഴിക്കുന്നവന്റെ കാര്യം ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എപ്പോഴാണ് ഈ വെള്ളി ശുദ്ധീകരിക്കപ്പെട്ടതെന്ന് താങ്കൾ അറിയുന്നത് എന്ന് ഈ കണ്ടിരിക്കുന്ന വ്യക്തി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ മുഖം അതിൽ തെളിയുമ്പോ അത് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കും, അപ്പോൾ ചൂടാക്കുന്നത് അവസാനിപ്പിക്കും. എന്റെ മുഖം ആ വെള്ളിയിൽ തെളിഞ്ഞു വരുമ്പോ ആ ചൂട് പിടിപ്പിക്കുന്ന അവസ്ഥ അവിടെ നിർത്തും. പ്രിയമുള്ളവരെ, നമ്മെ കർത്താവ് കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്, യോബ് എന്താ പറഞ്ഞത്? ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നമ്മെ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയാ, നമ്മെ ഒന്ന് രൂപപ്പെടുത്താൻ വേണ്ടിയാ, നമ്മുടെ കർത്താവിന്റെ സ്വഭാവം നമ്മിൽ നിന്ന് കാണാൻ വേണ്ടിയാ. അത് കാണുന്നത് വരെ, കർത്താവിനെ പോലെ ക്ഷമിക്കാൻ കഴിയുന്നത് വരെ, കർത്താവിനെ പോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് വരെ, കർത്താവിനെ പോലെ മറ്റുള്ളവരുടെ ദയ കാണിക്കാൻ കഴിയുന്നത് വരെ, തീച്ചൂളന്റെ അനുഭവത്തിലൂടെ, കൂരികളുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. നമ്മെ ദൈവം രൂപപ്പെടുത്തുകയാ, ദൈവം നമ്മെ പണിയുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ പക്വതയോടുകൂടി ജോസഫ് പറയുക, ഇളയ സഹോദരനാ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോ അവരോട് പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ എന്നെ ദൈവം ഇവിടെ കൊണ്ട്. എത്ര പക്വതയുള്ള വാക്കുകളാണ്. 4-ാമത്തെ വാക്യം തലേക്കൊന്ന് വായിക്കാം. ഞാൻ മറന്നിട്ടൊന്നുമില്ല. മറക്കത്തില്ലല്ലോ, സംഭവിച്ച കാര്യങ്ങളൊക്കെ മറക്കത്തില്ല. അതൊക്കെ ഓർക്കണം. ഓർക്കുമ്പോഴാ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നത്. ഓർക്കുമ്പോഴാ മനുഷ്യന്റെ പരിമിതി അറിയാൻ പറ്റുന്നത്. ഓർക്കുമ്പോഴാണ് മനുഷ്യന്റെ ബലഹീനത അറിയാൻ പറ്റുന്നത്. ഓർക്കുമ്പോഴാ ബന്ധങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓർക്കുമ്പോഴാ പണമില്ലാത്തവൻ വെറും പിണമാണെന്ന സത്യം ഈ ലോകത്തിൽ മനുഷ്യൻ തിരിച്ചറിയുന്നത്. ദൈവത്തെ അറിയണമെങ്കിൽ ഈ ലോകത്തിലെ അനുഭവങ്ങൾ അവൻ ഓർക്കണം. പക്ഷേ ഓർത്ത കാര്യങ്ങളൊന്നും പകയായി മാറിയില്ല. ഓർത്ത കാര്യങ്ങളൊന്നും വിദ്വേഷമായി മാറിയില്ല. നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞു. വായിക്കാം. വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ. ജീവരക്ഷയ്ക്കായി നിങ്ങൾക്ക് മുമ്പേ എന്നെ അടുത്ത് നോക്കിക്കേ. ഇങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുമോ? പീഡിപ്പിച്ചവരോട്, ദ്രോഹിച്ചവരോട് ഇത് ദൈവത്താൽ സംഭവിച്ചതാ. നിങ്ങൾ കാരണക്കാരായി എന്നേ ഉള്ളൂ. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. ഇതിനേക്കാൾ വലിയ ശിക്ഷ സഹോദരങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഇതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടാനുണ്ടോ? അല്ലേ? അതല്ലേ കർത്താവ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിപ്പിൻ, വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക, എന്നാൽ നിങ്ങൾ അവരുടെ തലമേൽ തീക്കനൽ കുന്നിക്കും. അതാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ. അത് ക്രൈസ്തവർക്കല്ലാതെ പറ്റത്തില്ല. പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ പ്രമാണം വ്യത്യസ്തമാണ്. മറ്റ് എല്ലാവിധ മതപ്രമാണങ്ങളിൽ നിന്ന് ക്രൈസ്തവരുടെ പ്രമാണം, ക്രൈസ്തവരുടെ ജീവിതം വ്യത്യസ്തമാണ്. നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പക എന്തിനുള്ളതാണ്? വീട്ടാനുള്ളതാണ്. പക വീട്ടാനുള്ളതാണ്. ഇതാ ഈ
ലോകത്തിലെ തത്വം. പക്ഷെ ജോസഫ് അത് ചെയ്തില്ല. ജോസഫ് ഒരു ദൈവഭക്തന് അത് ചെയ്യാൻ പറ്റത്തില്ല. പക വീട്ടാനുള്ളതല്ല, പക ഉണ്ടാകാനേ പാടില്ല. ഒരുവൻ ചെയ്തത് അതെന്താണെന്ന് ഓർത്തു, അതിന്റെ ഭീകരത നന്നായിട്ട് അറിഞ്ഞു, അതിന്റെ വേദനയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷെ ആ വേദന ഒന്നുമല്ലാതാക്കുന്നത് പോലെ തീവ്രമായ വേദനയാണല്ലോ പ്രസവ വേദന. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ആ തൊട്ടു മുമ്പിലുണ്ടായ വേദന മറക്കുന്നു. അടുത്തൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും എന്താണ് താല്പര്യമുളവാകുന്ന തരത്തിൽ പ്രസവ വേദന ഒന്നുമല്ലാതായി മാറുന്നത് പോലെ ജോസഫിന്റെ മുന്നിൽ ദൈവം തുറന്ന വഴി, ദൈവം അവന് കൊടുത്ത വിടുതൽ അവൻ സ്വപ്നം കാണാത്തതായിരുന്നു. അവന്റെ സ്വപ്നത്തിൽ അവന് തിരിച്ചറിയാൻ പറ്റാത്തതായിരുന്നു. അവിടെ എത്തിയപ്പോ അവൻ പറയുന്ന വാക്കുകളാണ്, നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. ജോസഫ് മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിരുന്നു അല്ലെ? 40-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനോട് എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. കാരാഗൃഹത്തിൽ കിടക്കുമ്പോ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞ വാക്കുകളാണ്. ഇത് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ഉപകാരം ചെയ്തവനോട് ഒരു പ്രത്യുപകാരം ചോദിക്കുന്നത് ന്യായമായ കാര്യമല്ലേ? ഒരു ഒന്നാം തരം പ്രവചനമാണ് ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞത്. നിന്റെ വിടുതൽ എത്ര ദിവസം കൊണ്ട് സംഭവിക്കും? 3 ദിവസം കൊണ്ട് നിന്റെ വിടുതൽ സംഭവിക്കും. അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞു, നിന്നെ തൂക്കിക്കൊല്ലും. തൊട്ടടുത്ത പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞു, നിന്നെ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചെടുക്കും. സന്തോഷ വാർത്തയാ. ആ വാർത്ത കേട്ടപ്പോ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയുടെ സന്തോഷം എത്ര വലുതായിരിക്കും ഊഹിച്ചു നോക്കിക്കേ. ആ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പുറകെ ജോസഫ് പറഞ്ഞു, ഞാൻ ഇവിടെ കിടക്കുന്ന അവസ്ഥ നിനക്കറിയാമല്ലോ. 15-ാം വാക്യം മുതൽ എന്നെ കട്ടുകൊണ്ടുപോകുന്നതാകുന്നു, കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. അവിടെയും സഹോദരന്മാരെ എവിടെയൊക്കെയോ രക്ഷിക്കുന്നുണ്ടല്ലേ? എന്നെ കട്ടുകൊണ്ടു പോകുന്നതാകുന്നു. അടുത്തത്, ഈ കുണ്ടറയിൽ കൊണ്ട് എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ? പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറയുക, ഒരു പ്രത്യുപകാരം ചോദിക്കുക, നീ രക്ഷപ്പെടും 3 ദിവസം കൊണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഫറവോനോടൊന്ന് എന്റെ കാര്യം ഒന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ പിന്നീട് പറയാമെന്നായിരിക്കും മനസ്സിൽ വെച്ചത്. എന്തായിരിക്കാം? അങ്ങനെ ഫറവോന് മനസ്സിലും ഉണ്ടായി, ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നാൽ ചേട്ടൻ ഒരു കാര്യം കൂടി ചെയ്തു തരണം. അത് ബാക്കി പിന്നെ പറയാൻ വെച്ചേക്കുന്നത്. എന്താ? ഭാവനയിൽ കാണാൻ നമുക്ക് എന്തായിരിക്കാം? നിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വല്ല മുന്തിരിച്ചാറുണ്ടാക്കാൻ കൂടിക്കോളാം. കൊട്ടാരത്തിന്റെ 7 അയലത്തൊന്നും ഞാൻ വരത്തില്ല. വേണമെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ ആ തോട്ടം ക്ലീൻ ചെയ്യാൻ, മുന്തിരിക്കുലകൾ പറിച്ചെടുക്കാൻ, അത് ശേഖരിക്കാൻ, എന്തെങ്കിലും ഒരു ജോലി നിന്റെ നേതൃത്വത്തിൽ എനിക്ക് തരണം. നിന്റെ കൂടെ ഒന്ന് നിൽക്കാൻ എന്നെ അനുവദിക്കണം. ഈ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് പറയാൻ വേണ്ടി വെച്ചിരുന്ന കാര്യമായിരിക്കാം. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് ഈ കാര്യം അവതരിപ്പിച്ച് ജോസഫിനെ രക്ഷിച്ചു കൊണ്ടുവന്നെങ്കിൽ ജോസഫ് എവിടെ നിൽക്കുമായിരുന്നു? ഈ പ്രമാണിയുടെ നിയന്ത്രണത്തിൽ തോട്ടത്തിൽ ജോലി ചെയ്യുമായിരുന്നു. തന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ദൈവത്തിന് ജോസഫിനെ കുറിച്ചുള്ള പദ്ധതി പ്രമാണിയുടെ കൂടെ ഒന്ന് പണി ചെയ്യുന്നതായിരുന്നു. അവനെ ദൈവം രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത് മറ്റൊരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. 3 ദിവസം കൊണ്ട് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയുടെ വിടുതൽ നടക്കും. 3 ദിവസം കൊണ്ട് ആ വിടുതൽ നടക്കും. പക്ഷെ ജോസഫിന്റെ വിടുതൽ 3 അല്ല 300 ദിവസം കൊണ്ട് നടക്കത്തില്ല. കാരണം എന്താ? ചോദിച്ചിട്ടില്ലേ? കർത്താവേ, അവിടെ ഇങ്ങനെ കാണുന്നു, ഇവിടെ ഇങ്ങനെ കാണുന്നു, ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ? ഞങ്ങളുടെ വിടുതൽ സംഭവിക്കാത്തത് എന്താ? നിങ്ങൾ രൂപപ്പെടുകയാ. നിങ്ങളുടെ ദൈവം രൂപപ്പെടുത്തുകയാ.
കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റുകയാണ്. സ്വഭാവ രൂപീകരണത്തിലേക്ക് ദൈവം നടത്തുകയാണ്. പരീക്ഷയിലൂടെ ദൈവം കടത്തിവിടുകയാണ്. പരീക്ഷയുടെ കാഠിന്യം കൂടുന്നതനുസരിച്ച് റിസൾട്ടിനും മഹത്വം ഉണ്ടാകും, അല്ലെ? അപ്പൊ നമ്മളെ ദൈവം ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടത്തിവിടുമ്പോ ഓർക്കണം, മറ്റൊരു വ്യക്തിയുടെ വിടുതൽ വെച്ചിട്ട് എന്റെ ജീവിതത്തെ താരതമ്യം ചെയ്യരുത്. എനിക്ക് എന്തെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കാത്തിരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, അത് ഞാൻ പോലും ചിന്തിക്കാത്ത ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ജോസഫിന് 300 ദിവസമല്ല, എത്ര വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 17ാമത്തെ വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെ ജോസഫിന് കാത്തിരിക്കേണ്ടി വന്നു. നോക്കുക പ്രിയമുള്ളവരെ, 30 എന്നൊരു വയസ്സുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ശത്രുവിന്റെ കെണിയും അവിടെ ഫലിക്കത്തില്ല. കാരണം ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം 30 എന്നൊരു വയസ്സ് കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്തിനപ്പുറത്തേക്ക് ഒരു ശക്തിക്കും ജോസഫിനെ തടയാൻ പറ്റത്തില്ല, ജോസഫിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ജീവിത രേഖ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും ജീവിതത്തിൽ, ഓരോ യുവാക്കളുടെയും ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്ന് കൊടുക്കുക മാത്രം ചെയ്യുക, ദൈവത്തോട് കൂടെ നടക്കുക. ജോസഫിന് ദൈവം ഒരു പ്രായ പരിധി വെച്ചിരുന്നു. 30ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ സമയമാണ്, അത് ദൈവത്തിന്റെ സമയമാ. ഒരു വ്യക്തിക്കും അതിനപ്പുറത്തേക്ക് ജോസഫിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 30 ആയി കഴിഞ്ഞാൽ ജോസഫ് എത്തേണ്ടിടത്ത് എത്തിയിരിക്കും. പക്ഷേ ഒരു ദീർഘകാലം ജോസഫിന് ആ പരിശീലന കളരിയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ? ഉയർത്തിക്കൊണ്ടുവരുന്നത് നിസ്സാരമായൊരു പോസ്റ്റിലേക്കല്ല. ജോസഫ് തന്നെത്താൻ പറയുന്ന കാര്യം, എന്നെ ഫറവോന്റെ പിതാവാക്കി വെച്ചുവെന്ന, ഫറവോന്റെ പിതാവാക്കി വെച്ചുവെന്ന, ഫറവോന്റെ ഗൃഹത്തിന് എന്നെ അധിപതിയാക്കി വെച്ചുവെന്ന, മിസ്രൈമിലേക്ക് എന്നെ അധികാരിയാക്കിയെന്ന. ഈ ഒരു പദവിയിലേക്ക് ജോസഫിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പാനപാത്രവാഹന്റെ വിടുതലല്ല, മറ്റുള്ളവരുടെ വിടുതൽ നോക്കി, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കി താരതമ്യം ചെയ്തിട്ട് ദൈവത്തോട് ചോദ്യം ചോദിക്കരുത്. മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കൂരിന് താഴ്വരയുണ്ടാകാം, നടന്നുകൊണ്ടേയിരിക്കുക. അഗ്നിസ്വാദനങ്ങൾ ഉണ്ടാകാം, മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നദികളിലൂടെ കടന്നു പോകേണ്ടതുണ്ടാകാം, നീന്തിക്കൊണ്ടേയിരിക്കുക. യോർദാന്റെ വൻകാടുകൾ ഉണ്ടാകാം, അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പ്രതീക്ഷിക്കാത്ത ജീവിത മേഖലകൾ, സന്ദർഭങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ പദ്ധതികൾ വ്യത്യസ്തമാണ്. നമ്മൾ അയ്യോബിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അയ്യോബ് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാണ്, ഭയങ്കര ചോദ്യങ്ങൾ അയ്യോബ് ചോദിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ വരുമ്പോഴല്ലേ നമ്മൾ കാണുന്നത്, അയ്യോബ് പറയും, ദൈവമേ, നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഇപ്പോഴോ നിന്നെ എന്റെ കണ്ണാൽ ഞാൻ കാണുന്നു. ഇന്നുവരെ ഞാൻ കേട്ടത് നിന്നെ പറ്റി കേവലം കേൾവി മാത്രമായിരുന്നു. കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ നിന്നെ എന്റെ കണ്ണാൽ കാണുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ കാണാൻ പറ്റുന്ന അനുഭവം ജോസഫ് അടക്കാൻ പറ്റിയില്ല. തനിക്ക് അടക്കി വെക്കാൻ പറ്റിയില്ല. താൻ പൊട്ടിക്കരഞ്ഞു, താൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി മിസ്രയീം നാട്ടിലെ ആളുകൾ കേട്ടു, ഫറവോന്റെ ഗൃഹം മുഴുവനും കേട്ടു. ഉച്ചത്തിൽ നിലവിളിക്കുന്ന അനുഭവം ദൈവമൊരുക്കും. ഇന്ന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ എന്തിനാ കർത്താവ് എനിക്ക് മാത്രം എന്ന് ചോദിക്കുമ്പോൾ ഓർക്കണം, ദൈവം നമ്മെ വ്യത്യസ്തമായ വഴിത്താരകളിലൂടെ നടത്തുകയാണ്. വ്യത്യസ്തമായ വഴികളിലൂടെ ദൈവം നടത്തുകയാണ്. 40-ാം അധ്യായം 23-ാമത്തെ വാക്യം. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി മറക്കണം, അവൻ ഓർക്കരുത്. അവൻ ഓർത്താൽ ഇന്ന് ജോസഫ് ഇരിക്കുന്നിടത്ത് ജോസഫ് വരത്തില്ല. ജോസഫ് എത്തേണ്ടിടത്ത്
മറക്കണം, അവൻ അവഗണിക്കണം, അവൻ അവഗണിക്കണം. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കർത്താവേ, എന്റെ ചിലർ മറന്നതിനായി സ്തോത്രം, എന്റെ ചിലർ അവഗണിച്ചതിനായി സ്തോത്രം, ഇന്നലെ അനുവദിച്ച കഷ്ടതകൾക്കായി സ്തോത്രം, ഇന്നലെ കടന്നു വന്ന പ്രതിസന്ധികൾക്കായി സ്തോത്രം, എന്നെ നടത്തിയ വഴിത്താരകൾക്കായി സ്തോത്രം, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലുകൾക്കായി സ്തോത്രം, എന്റെ വേദനകൾക്കായി സ്തോത്രം. ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു, ആ വേദന അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ, ആ അവഗണന ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ എത്തത്തില്ലായിരുന്നു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി മറക്കണം. ദാവീദ് ഓർക്കുന്നുണ്ട്. ദാവീദ് ആരെയാ ദാവീദ് ഓർക്കുന്നത്? എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും നോക്കിക്കെ പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ച കാര്യം ശമൂവേൽ വീട്ടിൽ വരുമ്പോ വലിയ എന്തോ കാര്യത്തിനാണ് ശമൂവേൽ വരുന്നത്. കാരണം അപ്പന് ഏതാണ്ട് ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഈ സമയത്ത് ശൗല് ഏതാണ്ട് സ്ഥാനപ്രശ്നമാകാനൊക്കെ പോകുന്നു. വാർത്ത എല്ലാവരും ഒക്കെ അറിയുമല്ലോ. ഈ വീട്ടിലേക്ക് വന്ന് എൻ്റെ മൂത്ത മക്കളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശമൂവേൽ പ്രവാചകൻ ഇവിടെ വരണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. അപ്പോൾ മക്കളെയൊക്കെ മുന്നിൽ കൊണ്ട് നിർത്തി, മൂത്ത ആളുകളെയൊക്കെ കൊണ്ട് നിർത്തി കൊടുത്തു. അവസാനം ശമൂവേലിന് ചോദിക്കേണ്ടി വന്നു, ഇനി വേറെ ആരെങ്കിലും മക്കളായിട്ടുണ്ടോ? എന്തിനാണ് ചോദിക്കേണ്ടി വന്നത്? പിന്നീട് ദാവീദിനെ കൊണ്ട് ദൈവത്തിന് പറയിപ്പിക്കണം. ദാവീദേ, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ അപ്പനും അമ്മയും അല്ല. അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് അപ്പനും അമ്മയും. അവർക്ക് അപ്പുറത്തേക്ക് ഒരു ബന്ധം ഇവിടെ ഇല്ല. ദാവീദിനെ ദൈവം പഠിപ്പിക്കുകയാണ്. ദാവീദിനെ കൊണ്ട് പറയിപ്പിക്കണം, എന്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ ദൈവം. മീകൾ ദാവീദിനെ കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. എവിടെയാ? ദാവീദ് റോഡിൽ കിടന്ന് നൃത്തം ചെയ്തപ്പോ. നിന്റെ പദവിക്ക് ചേർന്നതൊന്നും അല്ല ഇത്. അപ്പൊ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, മീകളെ, നിന്റെ അപ്പൻ വന്നതുപോലെ അല്ല ഞാൻ വന്നത്. തോൾ മുതൽ പൊക്കമേറിയവനെന്ന നിന്റെ അപ്പന്റെ ഗുണവിശേഷം കൊണ്ടല്ല ഞാൻ ഇവിടെ വന്നത്. നിന്റെ അപ്പനെ പോലെ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് യോഗ്യത ഒന്നുമില്ലായിരുന്നു. എല്ലാം കൊണ്ടും കൊള്ളാവുന്ന, സമൂഹത്തിന്റെ മുന്നിൽ ഉത്തമനെന്ന് ബോധ്യമുള്ള ഒരുത്തന് നിന്റെ പിതാവ്. അങ്ങനെ ഒരു യോഗ്യത എനിക്ക് പറയാനില്ലായിരുന്നു. എന്തിനേറെ, എന്റെ അപ്പനും അമ്മയ്ക്കും പോലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കൊള്ളാവുന്നൊരു പേഴ്സണാലിറ്റി എനിക്കില്ലായിരുന്നു. ഞാൻ വനത്തിന്റെ ഉള്ളിലായിരുന്നു. എല്ലാ ഇളയ മക്കളെയും പോലെ അവഗണിക്കപ്പെട്ടവനായി, ഒതുക്കപ്പെട്ടവനായി, അപ്പനും അമ്മയും പോലും മറന്നു കളഞ്ഞവനായി ഉൾവനത്തിൽ കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ ദൈവമാണ്. എന്നെ നിർമ്മിച്ചവനാ, എന്നെ ഉരുവാക്കിയവനാ, എന്നെ കുറിച്ച് ഉദ്ദേശമുള്ളവനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ഭവനത്തിന്റെ പശ്ചാത്തലം നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കുലമഹിമ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ കുലത്തിന്റെ പ്രത്യേകത കൊണ്ടല്ല ഞാൻ ഇവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരങ്ങൾ ഇവിടെ വരുമായിരുന്നു. പക്ഷേ ദാവീദിനെ ദൈവം പണിതെടുത്തു. എങ്ങനെ? രാജാവായിട്ട് തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്യുമ്പോ ഒരു നിയോഗത്തോടെ ദാവീദ് അത് ഏറ്റെടുത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു നല്ല അനുഭവം ഉൾവനത്തിൽ തനിക്ക് കിട്ടി. ദാവീദിനോട് പറയുക, ദാവീദേ, ശമൂവേൽ പറയുക, നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. നിന്നെ ദൈവം രാജാവായി കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ദാവീദ് അതങ്ങ് ധൈര്യത്തോടു കൂടി ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആ സമയത്തിന് മുൻപേ ഒരു നല്ല അനുഭവത്തിലൂടെ ദാവീദിനെ ദൈവം കടത്തിവിട്ടു. ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോ ശൗലിന്റെ മുന്നിൽ നിന്ന് ദാവീദ് പറയുന്ന കാര്യമുണ്ട്. ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും എന്റെ ആടുകളെ ആക്രമിക്കാൻ വന്നപ്പോ അവയുടെ വായിൽ നിന്ന് എന്റെ ആടുകളെ രക്ഷിച്ചവനാണ്. സിംഹത്തോട് മല്ലടിച്ച് ജയിച്ചവനാണ്, കരടിയോട് മല്ലടിച്ച് ജയിച്ചവനാണ്. അങ്ങനെ ഒരു അനുഭവം എന്റെ ദൈവത്താൽ എനിക്ക് സാധ്യമായെങ്കിൽ ഈ ഗോലിയാത്തിനെ നേരിടാനും എനിക്ക് കഴിയും.
അതിനപ്പുറം ഈ ഇസ്രായേലിനെ ഭരിക്കാനും അവിടെ മേൽ ഭരണം നടത്താനും എനിക്ക് കഴിയും. അനുഭവങ്ങൾ നന്മയാണ്, അനുഭവങ്ങൾ അനുഗ്രഹമാണ്. വേദനകളിലൂടെ ദൈവം കടത്തിവിടുന്നത് വലിയ പദ്ധതികളിലേക്ക് നമ്മെ കൊണ്ടുവരാനാണ്. വലിയ പ്രായമൊന്നും വേണമെന്നില്ല. ഈ പ്രായം ഉണ്ടെന്ന് കരുതി അനുഭവങ്ങൾ ഉണ്ടാകണമെന്നുമില്ല. ദാവീദിന്റെ അനുഭവം, ജോസഫിന്റെ അനുഭവം ഒരു ചെറിയ പീരീഡ് കൊണ്ട് ഒരു മനുഷ്യായുസ് മുഴുവനും അനുഭവിക്കേണ്ട വേദനകളിലൂടെ കടന്നുപോയവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഭരണനിർവഹണം ഏറ്റെടുക്കുമ്പോൾ അവർ ഏറ്റവും നല്ല അനുഭവം ശ്രദ്ധിച്ചവരായിരുന്നു. ഇസ്രായേലിനെ ദാവീദിനെ പോലെ ഭരിച്ച ഒരു രാജാവില്ലായിരുന്നു. ദാവീദിൽ നിന്നാണ് അവർക്ക് മശിക കൺസെപ്റ്റ് കിട്ടുന്നത്. യോസഫിനെ പോലെ ഭരിച്ചൊരു ഭരണകർത്താവിനെ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. അത്രയും അനുകമ്പയുള്ളവൻ, അത്രയും ദയാലുവായ ഭരണാധികാരി. എന്താ കാര്യം? ഈ തിക്താനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിട്ട് പരിശീലിപ്പിച്ച് ശക്തനായ ഭരണാധികാരിയാക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ, അവഗണനകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇനി അമ്മയും അപ്പനും എന്നെ പരിഗണിക്കുന്നില്ല എന്ന ചിന്തയാണെങ്കിൽ പോലും ദാവീദ് മുന്നിൽ നിൽക്കുകയാ. ദാവീദ് മുന്നിൽ നിൽക്കുകയാ. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവൻ. നിങ്ങൾ ഏത് പടുകുഴിയിൽ വീണു പോയാലും ഒരിക്കലും കയറി വരാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന ഏത് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാലും, ആരൊക്കെ നിങ്ങളെ ചവിട്ടി ഒതുക്കിയാലും അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചു കൊണ്ടുവരുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നോക്കിക്കേ, 45-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അൻപതാം അധ്യായം 20 വായിക്കാം. 50-ാം അധ്യായത്തിന്റെ 20. എന്താ നമ്മൾ വായിച്ചത്? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ദോഷം വിചാരിച്ചവിടെ മുന്നിൽ ദോഷത്തെ നന്മയാക്കി മാറ്റിയ ദൈവം, ദോഷത്തെ നന്മയാക്കി മാറ്റിയവൻ പിശാച് ക്രിസ്തുവിനെ ക്രൂശിൽ കയറ്റി. എന്താ അതുമൂലമുണ്ടായ ഫലമെന്താ? ക്രിസ്തുവിനെ പിശാച് ക്രൂശിൽ കയറ്റി, ക്രിസ്തു നിന്നുകൊടുത്തു. സകല ലോകത്തിന്റെയും രക്ഷയാണ് അതിലൂടെ സാധ്യമായത്. ക്രിസ്തുവിന്റെ ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്റെ വലതുഭാഗത്തിരുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം, അതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് പദ്ധതിയുണ്ട്. ജോസഫിന്റെ ജീവിതാനുഭവത്തെ വേഗത്തിൽ ചുരുക്കുമെന്ന് പറയാം. ജീവിതത്തിലെ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാൻ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും. തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വരും. കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും. കൂരിരുന്ന താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വരും. നടന്നുകൊണ്ടേ ഇരിക്കുക, ചലിച്ചുകൊണ്ടേ ഇരിക്കുക, ദൈവത്തെ കൂടെ കൂട്ടുക, ദൈവമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ജോസഫ് ചെയ്തത കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും പറഞ്ഞു. അതായത് തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്താണ് തനിക്ക് അറിയാതിരിക്കുമ്പോഴും താൻ പറയുന്നത്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളത് അത് എന്നോട് പറവീൻ. എങ്ങനെ ജോസഫ് അത് പറയാൻ പറ്റിയത്? കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും, പൊട്ടക്കിണറിൽ കിടക്കുമ്പോഴും, പോത്തിപ്പോറിനാൽ പരിഹസിക്കപ്പെടുമ്പോഴും ജോസഫിനൊരു കാര്യം അറിയാമായിരുന്നു. ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ കൂടെയുണ്ട്. ഉറപ്പ് വരുത്തേണ്ടത് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന കാര്യം മാത്രമാണ്. കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഒരു ഭക്തൻ
പോത്തിഫറിന്റെ ജീവിതത്തിലെ ഏറ്റവും ധൈര്യമുളവാക്കുന്ന കാര്യം ദൈവം കൂടെയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വേദനകൾ സഹിക്കേണ്ടി വരും. ജോസഫിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കണം. 2, ദൈവത്തിന്റെ ഫേവർ നമുക്കുണ്ടെന്ന് കരുതി പ്രതിസന്ധികൾ ഇല്ല എന്നർത്ഥമില്ല. ദൈവം കൂടെ ഉണ്ടെന്ന് കരുതി വേദനകൾ ഇല്ല എന്ന് ചിന്തിക്കരുത്. അത് തെറ്റാണ്. യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടക് മുങ്ങുമാറായി, മരണഭീതി ഉണ്ടായി. അവർ വിളിച്ചു പറഞ്ഞു, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു പടകിൽ കിടന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? തന്നെ അയച്ചവനിലുള്ള വിശ്വാസമാണ്. പ്രതിസന്ധികളുണ്ട്, പക്ഷേ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. വേദനകളുണ്ട്, കഷ്ടപ്പാടുണ്ട്, ദൈവം തകർത്ത് കളയത്തില്ല. എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ദൈവത്തോട് കൂടെ നടക്കുന്നവന് കഷ്ടപ്പാട് വേദനയുമുണ്ട്, പക്ഷെ ദൈവം ഇല്ലാതാക്കി കളയില്ല. ആ കഷ്ടപ്പാട് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. അടുത്ത ചിന്ത, ജോസഫ് കണ്ട സ്വപ്നം അത് സാക്ഷാത്കരിക്കണമെങ്കിൽ ജോസഫ് ഇംപ്രൂവ് ആകണം. ജോസഫ് പക്വത പ്രാപിക്കണം. എൻ്റെ നിങ്ങളുടെ തലയിൽ സ്വപ്നമുണ്ടാകാം, എൻ്റെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടാകാം. അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ നമ്മളെ ഒന്ന് രൂപപ്പെടുത്തേണ്ട ഒരു കടമ്പ കൂടെയുണ്ട്. യാക്കോബ് ജനിക്കുന്നതിന് മുൻപേ യാക്കോബിനെ പറ്റി ദൈവം പറഞ്ഞു, എന്താ? മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് പറഞ്ഞാൽ യാക്കോബ് മൂത്തവന്റെ യജമാനനാകും. ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ജനിച്ചിട്ട് കാര്യമൊന്നും നടക്കുന്നില്ല. വളർന്നു, ചെറുപ്പക്കാരായി, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പ്രവചനം നിറവേറുന്നില്ല. എന്താ നിറവേറാത്തതിന്റെ കാര്യം? യാക്കോബിനെ ഒന്ന് രൂപപ്പെടുത്താനുണ്ട്, യാക്കോബ് ഒന്ന് ശരിയാകാനുണ്ട്. യാക്കോബ് തന്നെ സമർപ്പിച്ച് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരേണ്ടതുണ്ട്. പിന്നീട് ഒരു 20 വർഷം കൂടെ കഴിഞ്ഞ് അമ്മായിയപ്പന്റെ വീട്ടിലേക്ക് അയച്ച് എല്ലാവിധമായ സ്വഭാവ ദൂഷ്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അവനെ പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ എന്ന പേര് നൽകി ദൈവം മാനിക്കുകയാണ്. പിന്നീട് യാക്കോബിന്റെ മക്കൾ അറിയപ്പെട്ടത് ദൈവത്തിന്റെ ആദ്യജാതൻ എന്നാണ്. യാക്കോബിന്റെ ആദ്യജാതൻ എന്നല്ല, ദൈവത്തിന്റെ ആദ്യജാതൻ. നോക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് പ്രയോപ്രത. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. നമ്മൾ വരച്ച വഴിയിലൂടെ ദൈവം യാത്ര ചെയ്യില്ല. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ വഴികളിലൂടെ അല്ല ദൈവം കടന്നു വരുന്നത്. അവന്റെ വഴികൾ വ്യത്യസ്തമാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളെ നമ്മൾ സ്വപ്നം കാണുക. അപ്പോ സ്വപ്ന സാക്ഷാത്കാരത്തിന് പക്വത പ്രാപിക്കണം. അതിനുവേണ്ടിയാ ദൈവം ചില കാലതാമസം വെക്കുന്നത്, ചില സമയം ദൈവം നീട്ടിവെക്കുന്നത് കൊണ്ടാണ്. അടുത്തത് സത്യസന്ധത. ജോസഫിന്റെ പ്രത്യേകത, തന്റെ സത്യസന്ധത താൻ തെളിയിച്ചു. പരസ്യമായിട്ടല്ല, ആരുമില്ലാത്തപ്പോഴും താൻ സത്യസന്ധത പ്രകടിപ്പിച്ചു. എങ്ങനെയാ പറഞ്ഞത്? ദൈവം എന്നെ കാണുന്നു, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമക്കൾ ഉള്ളപ്പോഴല്ല, മാതാപിതാക്കൾ മുമ്പിൽ ഉള്ളപ്പോഴല്ല, സഹോദരങ്ങൾ ഉള്ളപ്പോഴല്ല, നമ്മെ ആരെങ്കിലും കാണാത്തപ്പോഴും ആരുമില്ലാതിരിക്കുമ്പോഴും രഹസ്യ ജീവിതത്തിലും ദൈവം എന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ സത്യസന്ധതയോടെ ജീവിക്കാമോ? ഏത് കുടിയുടെ ആഴത്തിൽ ഇറങ്ങിപ്പോയാലും ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. അടുത്ത കാര്യം വിശ്വസ്തതയാണ്. ജോസഫിന്റെ വിശ്വസ്തത, തന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ വിശ്വസ്തനായിരുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, അല്പത്തിൽ വിശ്വസ്തന് അധികത്തിന് വിചാരകനാക്കും. ഇത് യോസഫിന്റെ ജീവിതത്തിൽ എത്രമാത്രം അന്വർത്ഥമായി നോക്കിക്കേ. വിശ്വസ്തത പാലിച്ചവൻ പോത്തിഫറിന്റെ വീട്ടിൽ തെളിവ് തന്നെയാണ്. തന്നെ വിശ്വസിച്ചേൽപ്പിച്ചു. വിശ്വസിച്ചേൽപ്പിച്ച ഒന്നും താൻ ചൂഷണം ചെയ്തില്ല. തന്റെ യജമാനെ ചൂഷണം ചെയ്തില്ല. ഫറവോന്റെ ഗൃഹം എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവൻ
ജോസഫിന് ഫറവോൻ അധികാരം കൊടുത്തപ്പോ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി. ജോസഫ് വാങ്ങിക്കൂട്ടിയിട്ട് തന്റെ പേരിൽ എഴുതിയെന്നല്ല വായിക്കുന്നത്, അല്ലേ? സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് സ്വന്തം പേരിൽ എഴുതി വെക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ആർക്കാരും വേണ്ടി വാങ്ങിയിട്ട് പേരിലെഴുതുന്നത്. ജോസഫിനെ പറ്റി നമ്മൾ വായിക്കുന്നു, അവൻ ഫറവോന് വേണ്ടി നിലം വിലയ്ക്ക് വാങ്ങി എന്നാണ്. വിശ്വസ്തതയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അന്യനാട്ടിൽ ചെന്ന് കിടന്നിട്ട് ഞാനാ ഇവിടുത്തെ അധികാരി, ഇപ്പൊ എന്റെ സമയമാ, ഇപ്പൊ എഴുതുന്നതെല്ലാം എന്റെ പേരിലും എഴുതിയേക്കാം, ആരറിയാനാ, ആര് ചോദിക്കാനാ, ഞാനല്ലേ അധികാരി. ജോസഫിനെ ജനത്തിന് മുൻപിൽ നിർത്തിയിട്ട് ഫറവോൻ പറഞ്ഞു അവന്റെ മുൻപിൽ മുട്ടുകുത്തുവനെന്ന് വിളിച്ചു പറയിച്ചു. അത്രയും അധികാരമുള്ളവൻ. വിശ്വസ്തതയുടെ നല്ല ഉദാഹരണമാണ്. നിലം ഫറവോന് വിലയ്ക്ക് വാങ്ങി. ഫറവോനോടുള്ള വിശ്വസ്തത, തന്നെ ആക്കി വെച്ചവരോടുള്ള വിശ്വസ്തത. അങ്ങനെയുള്ളവൻ കുഴിയിൽ പെട്ടുപോകത്തില്ല, അങ്ങനെയുള്ളവൻ കാരാഗൃഹത്തിൽ ഒടുങ്ങിപ്പോകത്തില്ല. അവൻ കാർമേഘത്തിന് അവനെ മൂടിക്കളയാൻ പറ്റത്തില്ല. അവനെ ദൈവം പുറത്തു കൊണ്ടുവരും. വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ കഴിയുമോ? നമ്മെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവമാണ്. ജോസഫിന്റെ അടുത്ത ഗുണം തന്റെ ദൈവികമായ സിദ്ധി, തന്റെ ടാലന്റ്, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള തന്റെ ഒരു മികവ്, തന്റെ കൃപ എവിടെയും ഉപയോഗിച്ചവന്. കാരാഗൃഹത്തിൽ കിടക്കുമ്പോ ഞാനെ ചാകാൻ പോകുക, എനിക്ക് ഒരു ഗതിയുമില്ലാതിരിക്കുക, നീ അവിടെ കിടന്നോ, നിന്റെ സ്വപ്നം ഒന്ന് വ്യാഖ്യാനിക്കാൻ എനിക്ക് നേരമില്ല എന്നല്ല പറഞ്ഞത്. താൻ കാരാഗൃഹത്തിൽ പെട്ടുകിടക്കുമ്പോഴും തന്റെ വിടുതലിനെ പറ്റി ഒരു നിശ്ചയവും ഇല്ലാതിരിക്കുമ്പോഴും മറ്റുള്ളവന്റെ വിടുതൽ പ്രസംഗിക്കുന്നവൻ, മറ്റുള്ളവന്റെ വിടുതൽ പ്രസംഗിക്കുന്നവൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവൻ, അവർക്ക് വേണ്ടി പോസിറ്റീവായി സംസാരിക്കുന്നവൻ. നമ്മെ ദൈവം വിളിച്ചതിനു വേണ്ടിയാ. കഷ്ടതയിൽ ഇരിക്കുമ്പോഴും വേദനകളുടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് തന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ? ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് തന്റെ സ്വപ്നം പോലില്ല ഈ അവസ്ഥയിലാണ്. ആരൊക്കെയോ തന്നെ നമസ്കരിക്കുമെന്ന് കണ്ടതാ, കേട്ടതാ തന്റെ സ്വപ്നത്തിൽ. പക്ഷേ കാരാഗൃഹത്തിൽ കിടക്കുന്നു. അപ്പനുമില്ല, അമ്മയുമില്ല, സഹോദരങ്ങളുമില്ല, നാട്ടുകാരുമില്ല, സംസാരിക്കാൻ ഒരാളുമില്ല, സ്വാധീനിക്കാൻ ഒരു മനുഷ്യനുമില്ല. ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നവർ, മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുന്ന ജോസഫ് കാരാഗൃഹത്തിൽ കിടക്കത്തില്ല, കിടക്കേണ്ടി വരത്തില്ല. നമ്മുടെ ദൈവിക താലന്തുകൾ എവിടെയും ഉപയോഗിക്കുക, എവിടെയും ഉപയോഗിക്കുന്ന പരീക്ഷ. അടുത്തത് ഫറവോൻ പറയുന്നൊരു വാചകമാണ്. ഉൽപ്പത്തി 41 അധ്യായം 39 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഫറവോൻ പറയുന്നു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഇനി ഒരുത്തനെ കണ്ടു കിട്ടുമോ? എന്നിട്ട് ഫറവോൻ പറയുക, ഇത്രയും വിവേകമുള്ളവൻ, ഇത്രയും ജ്ഞാനിയായ ജോസഫ് എന്റെ നാടിന്റെ മേലധികാരിയാണ്. ഇങ്ങനെ ഇതുപോലെ ഒരുത്തനെ എനിക്ക് ഭരണാധികാരിയായി കിട്ടത്തില്ല. വായിക്കാം. മുട്ടുകുത്തുവിൻ. സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിൽ അണിയിച്ചു. നല്ലൊരു അങ്കി അവനെ അണിയിപ്പിച്ചു. ഒരിക്കൽ അങ്കി കൈവിട്ട് പോയതാ. ആ അങ്കി കൈവിട്ട് പോയപ്പോ വിഷാദിച്ച് ഞരങ്ങി നിരാശപ്പെട്ട് ജീവിതം ഒടുക്കിയെങ്കിൽ ഇന്നത് കാണാൻ പറ്റത്തില്ലായിരുന്നു. ആമേൻ. അവനെ ദൈവം കൊണ്ടുവന്നത് ആ പൊസിഷനിലേക്ക്. അപ്പൊ ദൈവമാണ് നമ്മെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ ജ്ഞാനമുള്ളവനെ, ദൈവത്തിന്റെ ആത്മാവുള്ളവനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. ആര് പിടിച്ചൊതുക്കി കളഞ്ഞാലും ചവിട്ടി ഒതുക്കിയാലും ദൈവത്തിന്റെ ആത്മാവുള്ളവനെ, ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവരും. ജോസഫ് ഉദാഹരണമാണ്. ജോസഫ് ഉദാഹരണമാണ്.
കണ്ടോ, നഷ്ടപ്പെട്ടതെല്ലാം അതിന് എത്രയോ മടങ്ങ് കർത്താവ് തിരിച്ചു കൊടുക്കുകയാണ്. നേതൃസ്ഥാനത്തേക്ക് ദൈവമാ കൊണ്ടുവന്നത്. ഒരു ക്വാളിറ്റിയും ഇല്ലായിരുന്നു. എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടെ ഇവിടെ ഇതാ അന്നത്തെ കാലത്ത് എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും ഒരു തലത്തൊട്ടപ്പനെ പോലെ ഏറ്റവും മികച്ച ഒരു രാജ്യമായി നിലകൊള്ളുന്ന ഈജിപ്തിന്റെ ഭരണാധികാരി ജോസഫിനെ നോക്കി പറയുന്നു, ഇവന്റെ ജ്ഞാനം, ഇവന്റെ വിവേകം, ഇവനിലുള്ള ദൈവാത്മാവ് ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുകിട്ടത്തില്ല. ഇവൻ എന്റെ രാജ്യത്തിന് നേതാവാകും, എന്റെ രാജ്യം ഇവൻ ഭരിക്കുമെന്ന് പറഞ്ഞ് ദൈവത്താൽ ഫറവോനിലൂടെ ആ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. എല്ലാ അധികാരങ്ങളും ദൈവത്താലാണ്. ജോസഫിന്റെ അടുത്ത ഗുണം ക്ഷമയാണ്. നമ്മൾ ആദ്യം ചിന്തിച്ചു ക്ഷമിക്കാനുള്ള തന്റെ മനസ്സ്. 45-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ മതി നമുക്ക് ആ ബാക്കി ഭാഗങ്ങൾ അറിയാം. ക്ഷമിച്ച് സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക. നിങ്ങൾ ദ്രോഹിച്ചത് ശരിയാ, എനിക്കറിയാം, ഒന്നും മറന്നുപോയിട്ടില്ല. പക്ഷേ നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യത്തില്ല. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ എന്റെ ദൈവം. എത്ര വലിയ സ്വഭാവ ഗുണമാ നോക്കിക്കേ. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പറ്റണം. നമ്മെ അവഗണിച്ചവരെ ചേർത്ത് പിടിക്കണം. കാരണം അവൻ അവഗണിച്ചത് കൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ ഒരു കഷ്ടം വന്നത് കൊണ്ടാ ഞാൻ ഇവിടെ എത്തിയത്. എന്റെ ട്രെയിനിങ് ആയിരുന്നു. ജോസഫിനെ ഉൾക്കൊള്ളുകയാണ്. അടുത്ത ചിന്ത 45-ന്റെ 7-8 വാക്യങ്ങൾ ഞാൻ മക്കളോട് സംകരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. നിങ്ങളെയും കൂടെ രക്ഷിക്കാനാ ദൈവം എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇന്നത്തെ ദിവസത്തെ പറ്റി ഇന്നലകളിൽ അറിയാവുന്ന ദൈവം, ആദ്യത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം, അവനിതെല്ലാം പർപ്പസ്ഫുള്ളി ഉദ്ദേശപൂർണമായി ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്തെങ്കിലും നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്തില്ല. നിങ്ങളെയും കൂടെ രക്ഷിക്കാനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്തതെന്ന് ജോസഫ് ഏറ്റുപറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ പറ്റുമോ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളും കർത്താവേ എല്ലാം അവിടുത്തെ കൺട്രോളിലാണ്, എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ്. അവിടെ നിന്ന് അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല, അവിടെ നിന്ന് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ജോസഫ് അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും, നിങ്ങൾ എന്നെ ഇനി കൊന്നു കളഞ്ഞു എന്ന് വന്നാലും ഞാൻ ഇന്നിവിടെ ഉണ്ടാകും. ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞാലും ഞാനിവിടെ വരുമായിരുന്നു. കാരണം നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്, നിങ്ങളല്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അടുത്തത് 50-ാം അധ്യായം 24-25 വാക്യം. ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കണ്ടോ, ജോസഫ് മിസ്രൈമിലെ താൽക്കാലികതയും കൂടെ മനസ്സിലാക്കിയ ഭക്തനാ. എന്നേക്കും അവരുടെ ജീവിതം മിസ്രൈമിലാണെന്ന് ജോസഫ് ഒരിക്കലും ചിന്തിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അറിയുന്നവൻ, ദൈവ ഹൃദയത്തെ അറിയുന്നവൻ. ജോസഫ് പറയുന്നു, മിസ്രൈം എന്താണ്? അനശ്വരമല്ല, ഇത് നശ്വരമാണ്, ഇത് താൽക്കാലികമാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകും, നമ്മുടെ സന്തതി പോകും. ഇത് താൽക്കാലികമായ ഒരു വിടുതല. നിങ്ങൾ പോകുമ്പോൾ എന്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. എന്റെ അസ്ഥി പോലും ഇവിടെ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഭരണം നടത്തിയിടത്ത് എന്റെ കല്ലറ നിലനിൽക്കട്ടെ. ഞാൻ ഭരിച്ച സ്ഥലത്ത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് എന്റെ കല്ലറ അവിടെ കിടക്കട്ടെ എന്നല്ല ചിന്തിച്ചത്. ഞാൻ ഇവിടെ ഭരണാധികാരിയാകാം, പക്ഷെ ഇത് താൽക്കാലികമാണ്, ഇത് നശ്വരമാണ്. ഇവിടെ നിന്ന് നിങ്ങൾ പോകുമ്പോൾ എന്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. എനിക്കിവിടെ ഒരു
എന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാ. ഇത് താൽക്കാലികമാ, ഇത് താൽക്കാലികമാ, ഇത് നശ്വരമാണ്. നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ സ്വന്തം ദേശത്തേക്ക് ദൈവം നമ്മെ തിരിച്ചു വിളിക്കുമ്പോൾ, നിങ്ങൾ എന്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. ആ ഒരു ഭക്തന്റെ മനസ്സ് കണ്ടോ? ദൈവത്തിൽ വിശ്വസിച്ച ഭക്തൻ വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ജോസഫ് പറഞ്ഞ കാര്യം വിശ്വസിക്കാനോ ഏറ്റുകൊള്ളാനോ ഒന്നും ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവർ ഭയങ്കര പ്രിവിലേജിലായിരുന്നു. കാരണം പ്രധാനമന്ത്രിയാണ് ഞങ്ങളുടെ ആളാ, അടുത്ത ആള്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഈ രാജ്യം പിടിക്കുമെന്നൊക്കെ ചിന്തിച്ചു കാണും. അല്പം കൂടി കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞ കാര്യം മനസ്സിലായി. അടിമത്തത്തിലേക്ക് പോയി. ജോസഫിന് അറിയാത്ത ഫറവോൻ വന്നു. ഭരണം കഠിനമായി, വലിയ പ്രയാസമായി. അടിമത്തത്തിന്റെ അകത്തളങ്ങളിലേക്ക് അകപ്പെട്ടു പോയി. കൂലി ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവരായി മാറി. വീണ്ടെടുക്കപ്പെടാൻ അവർ ആഗ്രഹിച്ചു. ആ പ്രതീക്ഷയും പോയി. ഇനി എന്നേക്കും ഞങ്ങൾ അടിമകളായി ഇവിടെ തുടരേണ്ടി വരും, ഞങ്ങൾക്കൊരു കാലത്തും ഇവിടുന്ന് രക്ഷയില്ല എന്നവർ ചിന്തിക്കുന്നിടത്ത് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ജോസഫിനെ ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കാൻ ഒരു വീണ്ടെടുപ്പുകാരനെ ഫറവോന്റെ വീട്ടിനകത്ത് വളർത്തിയെടുക്കുന്ന ഒരു ദൈവത്തെ പരാമർശിച്ചുകൊണ്ട് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്ന. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പദ്ധതികൾ അത്ര വിചിത്രമാണ്. എല്ലാം അവസാനിച്ചു, ഇനി രക്ഷയില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് ദൈവം തുടങ്ങും. എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ പറയുന്നിടത്ത് ദൈവം ആരംഭിക്കും. അങ്ങനെയുള്ള ആരംഭങ്ങളല്ലേ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തലകളെ മുടക്കാം. ഹല്ലേലൂയ.